അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. ഒരുപാട് കാലത്തെ പ്രശ്നങ്ങളും ചരിത്രവും വർത്തമാനവുമെല്ലാം അതിൽ കൂട്ടിവെച്ച് ചേർത്തു വായിക്കാനുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടു പക്ഷത്തും ചേരാതിരിക്കലാണ് ഏറ്റവും നല്ലത്. മറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ, നമ്മുടെ നാട്ടിലെ പള്ളികൾ, മദ്രസകൾ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആലോചിച്ചു നോക്കൂ. നമുക്കാരോടാണ് കടപ്പാടുകൾ അധികമുള്ളത്? നമ്മുടെ നാട്ടിൽ നിന്ന് വിവിധങ്ങളായ അറബ് രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്ന വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകളില്ലേ? നമ്മുടെ നാട് എന്തുകൊണ്ടാണ് വളർന്നത്? ഇവിടെ ഭരിച്ച ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേന്മയോ ഗുണമോ കൊണ്ടല്ല കേരളത്തിൽ ഒരു വികസനവും വന്നിട്ടുള്ളത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങൾ ഇതേ പാർട്ടികൾ ഭരിക്കുന്നില്ലേ? അവിടെ എന്തുകൊണ്ട് വികസനം ഉണ്ടായിട്ടില്ല? അവിടെ എന്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല? അവിടെ എന്തുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടില്ല? അവിടെയാണ് ഉത്തരം നമുക്കുള്ളത്. നമ്മുടെ നാട് വികസിച്ചത്, നമ്മുടെ നാട് വളർന്നത് പ്രവാസം അനുഭവിച്ച മനുഷ്യരുടെ വിയർപ്പിന്റെ ഫലമാണ്. പ്രവാസികളായ മനുഷ്യരുടെ ജാതിമത ഭേദമന്യേ വിവിധ രാജ്യങ്ങളിലേക്ക് അന്നം തേടി ജോലി തേടി പോയ മനുഷ്യർ അവരുണ്ടാക്കിയ വിയർപ്പിന്റെ ബാക്കിയാണ് നമ്മുടെ നാടിന്റെ വികാസവും വികസനവും വളർച്ചയും എല്ലാം എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയാണ്. ആ രാജ്യങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഖത്തർ എയർവേസിന്റെ മാത്രം കഴിഞ്ഞ കുറച്ചു ദിവസത്തെ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആ രാജ്യത്തു നിന്ന് മാത്രം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയ മനുഷ്യരുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. വിവിധ അറബ് രാജ്യങ്ങളിലെ ജോലികൾ ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് ആളുകൾ തിരിച്ചെത്തിയാൽ ഇവിടെ തൊഴിലില്ലായ്മകൾ രൂക്ഷമാകും, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് കടന്നുപോകും. എന്നു മാത്രമല്ല, ഇനിയും ലക്ഷക്കണക്കിന് മനുഷ്യരവിടെ ബാക്കിയുണ്ട്. ജീവിതം കരുപിടിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച മനുഷ്യരുണ്ട്. അവരെ മറന്നുകൊണ്ട്, പ്രവാസികളായ അവർക്ക് അന്നവും ജോലിയും നൽകുന്ന രാഷ്ട്രങ്ങളെ മറന്നുകൊണ്ട് നമ്മുടെ നാട് പ്രളയത്തിലായപ്പോ സഹായഹസ്തം നീട്ടിയ അറബ് ഭരണാധികാരികളുണ്ട്. അവരുടെ ഇപ്പോഴുള്ള നിലപാടുകൾക്ക് വിവിധങ്ങളായ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അത് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇരുന്ന് വിലയിരുത്താൻ മാത്രമുള്ളതല്ല എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നാം ആരുടെയും പക്ഷത്തല്ല. നാം നമ്മുടെ ഉമ്മത്തിനു വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അടി കൊള്ളുന്നതും അടി കിട്ടുന്നതും ഒരേ സമൂഹത്തിന് തന്നെയാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം.